US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ നെഞ്ചെടുപ്പ് കൂട്ടിയ ഒരു ഉത്തരവുണ്ട് ഈ കൂട്ടത്തിൽ. ഒരുപക്ഷെ ഏറ്റവും വിവാദപരമായ നീക്കമാണിതെന്നും പറയാം. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുമുണ്ട്. ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിന് ശേഷം 1868 പാസ്സായ US ഭരണഘടനയുടെ 14ാം ഭേദഗതി. ഈ ഒരു ഭേദഗതി പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജന്മാവകാശ പൗരത്വം ഉറപ്പു നൽകുന്നു. ഭേദഗതി പ്രകാരം മാതാപിതാക്കളുടെ പൗരത്വം കണക്കാക്കാതെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് രാജ്യം പൗരത്വം നൽകും. ഇതിൽ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരുടെ മക്കളും രേഖകളില്ലാതെ കുടിയേറിയവരും വിനോദസഞ്ചാരികളും ഹ്രസ്വകാല വിസയിൽ കുടിയേറിയ വിദ്യാർത്ഥികളുടെ മക്കളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിയും അമേരിക്കയിലെ പൗരനാണെന്ന് അത് പ്രസ്താവിക്കുന്നു. എന്തായാലും 180 വർഷത്തിലേറെയായി ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ അവകാശത്തെ വിഡ്ഢിത്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ അമേരിക്കയുടെ ഈ പൗരത്വ നയം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. ജനനത്തിലൂടെ പൗരത്വം ലഭിക്കുന്നത് അവസാനിപ്പിക്കുമെന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. എന്തായാലും ഈ നീക്കത്തോടെ US-ലെ കുടിയേറ്റക്കാർ മുഴുവൻ വലിയ ആശങ്കയിലാണ്. അതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമായ ഇൻഡോ അമേരിക്കൻ സമൂഹമാണ് വളരെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ഈ നിയമം ഒഴിവാക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ വിഭാഗക്കാരെയുമാണ്. H-1B വിസ ഉടമകൾ, ഗ്രീൻ കാർഡ് ഉടമകൾ, അതായത് നിയമപരമായ സ്ഥിരതാമസക്കാർ, വിദ്യാർത്ഥി അല്ലെങ്കിൽ സന്ദർശക വിസയിലുള്ളവർ പോലുള്ള താൽക്കാലിക വിസ ഉടമകൾ, രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ എന്നിവർക്ക് US-ൽ ജനിക്കുന്ന കുട്ടികളെ ഇത് ബാധിക്കും. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അനുസരിച്ച് US-ൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ ഒരു രക്ഷിതാവെങ്കിലും പൗരനായിരിക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷിതാവെങ്കിലും ഗ്രീൻ കാർഡ് ഉടമയായിരിക്കണം. ഇനി അതുമല്ലെങ്കിൽ ഒരു രക്ഷിതാവെങ്കിലും US സൈന്യത്തിലായിരിക്കണം. CNBC അനുസരിച്ച് ഈ ഒരു ഓർഡർ 30 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. ചെറിയ ആശ്വാസം എന്നോണം ഒരു വസ്തുത കൂടിയുണ്ട്. ഇതിനകം പൗരത്വം നേടിയവരെ ഈ ഒരു നീക്കം ബാധിക്കില്ല. ഇനിയാണ് സംശയം, ഈ നടപടി അമേരിക്കയിലെ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന്. ഒന്ന് വിശദമായി തന്നെ നോക്കാം. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ നീക്കം US-ലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഗുരുതരമായി ബാധിച്ചേക്കും. CNBCയുടെ കണക്കനുസരിച്ച് US-ൽ ഏകദേശം 54 ലക്ഷം ഇന്ത്യൻ അമേരിക്കൻസ് ഉണ്ട്. അവർ ജനസംഖ്യയുടെ 1.47% വരും. 3-ൽ 2 പേരും കുടിയേറ്റക്കാരാണെങ്കിലും 34% അമേരിക്കയിലാണ് ജനിച്ചത്. ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നാൽ തൊഴിൽ വിസയിലുള്ള അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ US പൗരന്മാരായിരിക്കില്ല ഇനി തൊട്ട്. ഈ നടപടി പ്രതിവർഷം ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കും. അതുപോലെ ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്നവർക്ക് കൂടുതൽ കാലതാമസം നേരിടേണ്ടിയും വരും. ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ തൊഴിലുമായി ബന്ധപ്പെട്ട ഗ്രീൻ കാർഡ് ലഭിക്കാൻ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ ഈ ഒരു ഉത്തരവ് ബർത്ത് ടൂറിസം ഉപയോഗിക്കുന്നവരെയും ബാധിക്കും. അതായത് ഡെലിവറി ടൈം ആകുമ്പോഴേക്കും സ്ത്രീകൾ അമേരിക്കയിലേക്ക് പോകുന്നു, ഡെലിവറി അമേരിക്കയിൽ നടക്കുന്നു, അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുകയും ചെയ്യുന്നു. ഇനി അത് നടക്കില്ല എന്ന ചുരുക്കം. ചില റിപ്പോർട്ടുകൾ പ്രകാരം ബർത്ത് ടൂറിസം ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും അധികം ശതമാനം ഇന്ത്യക്കാരും മെക്സിക്കോക്കാരുമാണ്. ശരിക്കും ട്രംപിന്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. ഇങ്ങനെയുള്ള ഇന്ത്യക്ക് ഈ ഒരു നീക്കം വൻ തിരിച്ചടിയാണ്. ട്രംപ് പ്രഖ്യാപനം നടപ്പിലാക്കുന്നതോടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഇത് സാരമായി തന്നെ ബാധിക്കും. ട്രംപിന്റെ നീക്കം എത്രത്തോളം നടപ്പാക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. നിയമപരമായ നിരവധി തടസ്സങ്ങൾ ഇതിലുണ്ടെന്നാണ് വിവരം. എക്സിക്യൂട്ടീവ് ഉത്തരവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതി റദ്ദാക്കാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ കരുതുന്നു.